നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അതെ. നിങ്ങൾക്കായി കിട്ടിയ കുറച്ച് വിവരങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു കൗതുകം തോന്നി. പാരമ്പര്യമായി കിട്ടിയ ഒരു ബിസിനസ് അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്, പക്ഷേ ആ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ല. സമയം ഒട്ടും കയ്യിലില്ല. അതെ, ഒട്ടും സമയമില്ല, എപ്പോഴും ഒരു സാമ്പത്തിക സമ്മർദ്ദം. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി പുതിയൊരു വഴി തിരഞ്ഞെടുത്ത ഒരു കുടുംബത്തിന്റെ കഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതെ, ഹർപ്രീത് കൗർ, ഗുരുശരൺ സിംഗ്, ഈ ദമ്പതികളുടെ ജീവിതാനുഭവം പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഡയറക്ട് സെല്ലിംഗ് രംഗത്തുള്ള വെസ്റ്റീജ് എന്നൊരു പ്ലാറ്റ്ഫോം അതെങ്ങനെയാണ് അവരുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിയതെന്നാണ് ഈ വിവരങ്ങൾ പറയുന്നത്. എനിക്ക് ഇതിൽ ഏറ്റവും താല്പര്യം തോന്നിയതും അതുതന്നെയാണ്. ഒരു സാധാരണ ബിസിനസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് എങ്ങനെയാണ് 2 ഓടിക്കാറുകൾ, പിന്നെ 33 വിദേശയാത്രകൾ, സ്വിമ്മിംഗ് പൂളുള്ള വീട്, ഇതൊക്കെ സ്വന്തമാക്കാൻ കഴിഞ്ഞത്? അതെ, അതൊരു വലിയ ചോദ്യമാണ്. ഇതൊരു മാജിക് ആണോ, അതോ ഇതിന് പിന്നിൽ വ്യക്തമായ ഒരു രീതിയുണ്ടോ? നമുക്ക് ഈ വിഷയത്തിലേക്ക് ആഴത്തിലൊന്ന് ഇറങ്ങി നോക്കാം. തീർച്ചയായും. അപ്പോ നമുക്ക് ആ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? വെസ്റ്റീജിന് മുൻപ് എന്തായിരുന്നു ഗുർശരൺ സിംഗിന്റെ ജീവിതം? ശരിയാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അച്ഛന്റെ ഒരു ഫാക്ടറി ബിസിനസ് അത് ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. മെഷീനുകൾ ഉണ്ടാക്കുന്നൊരു സ്ഥാപനം. ഓക്കെ, ഒരു പാരമ്പര്യ ബിസിനസ്. അതെ. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അദ്ദേഹം ഒരു മുതലാളിയാണ്. പക്ഷേ യാഥാർത്ഥ്യം അതായിരുന്നില്ല. എന്തായിരുന്നു ആ യാഥാർത്ഥ്യം? സ്വന്തം ജീവിതം നഷ്ടപ്പെട്ട ഒരു മെഷീനെപ്പോലെയായിരുന്നു താനെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. മെഷീനോ? അതെ, കാരണം രാവിലെ കുട്ടികൾ എഴുന്നേൽക്കുന്നതിനു മുൻപ് ഫാക്ടറിയിലേക്ക് പോകും. രാത്രി അവർ ഉറങ്ങിക്കഴിഞ്ഞായിരിക്കും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ഹോ, ഇതൊരുപാട് പേർക്ക്, പ്രത്യേകിച്ച് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ശരിയാണ്. സ്വന്തം സ്ഥാപനമെന്ന് പറയുമ്പോൾ എല്ലാവരും കരുതുന്നത് ഫുൾ ഫ്രീഡം എന്നൊക്കെയാണ്. പക്ഷെ പലപ്പോഴും 24 മണിക്കൂറും നമ്മൾ അതിൽ കുടുങ്ങിപ്പോകും. അതെ അതെ. ഇവിടെ സമയത്തിന്റെ പ്രശ്നം മാത്രമല്ലല്ലോ, കുറച്ച് സാമ്പത്തിക സമ്മർദ്ദങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. അതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അതെന്തായിരുന്നു? ഒരു മെഷീൻ ഉണ്ടാക്കണമെങ്കിൽ വലിയൊരു തുക ആദ്യം മുതൽ മുടക്കണം. പക്ഷേ അത് വിറ്റുപോയി പണം കയ്യിൽ കിട്ടാൻ ചിലപ്പോൾ 6-8 മാസം വരെ എടുക്കും. ഓഹോ, അപ്പൊ പണം ബ്ലോക്കായി കിടക്കും. അതെ, അപ്പൊ കയ്യിൽ പണമില്ലാത്ത അവസ്ഥ വരും. സ്വാഭാവികമായും ബാങ്കിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ കടം വാങ്ങേണ്ടി വരും. അപ്പോ അവിടെ ഒരു വിരോധാഭാസമുണ്ട്. ബിസിനസ് നടക്കുന്നുണ്ട്, പക്ഷേ കയ്യിൽ പണമില്ല. കൃത്യമായി പറഞ്ഞു. വരുമാനം എപ്പോ വരും എന്ന് ഒരു ഉറപ്പുമില്ല. പക്ഷെ ചിലവുകൾക്ക് ഒരു മാറ്റവുമില്ല. തൊഴിലാളികളുടെ ശമ്പളം പോലെ. അതെ, ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് എല്ലാ മാസവും 10-ാം തീയതി ശമ്പളം കൊടുക്കണം. അത് മുടങ്ങില്ല. പക്ഷെ മുതലാളിയായ ഇദ്ദേഹത്തിന് എപ്പോഴാണ് പണം കയ്യിൽ കിട്ടുക എന്ന് ഒരു നിശ്ചയവുമില്ല. ഈ ഒരു സാഹചര്യമാണല്ലേ അദ്ദേഹത്തെ വേറൊരു വഴിയെക്കുറിച്ച് ചിന്തിപ്പിച്ചത്? അതെ, ഈ ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥ. നിലവിലുള്ള ബിസിനസ് ചെയ്തുകൊണ്ട് തന്നെ അധികമായി ഒരു വരുമാനം കൂടി കണ്ടെത്താനുള്ളൊരു വഴിയെക്കുറിച്ചുള്ള അന്വേഷണം. അപ്പൊ നിലവിലുള്ള ബിസിനസ്സിൽ ഇത്രയധികം ടെൻഷനുള്ളപ്പോ വേറൊരു കാര്യത്തിന് സമയം കണ്ടെത്തുക എന്നത് തന്നെ ഒരു വലിയ ടാസ്ക് ആയിരിക്കുമല്ലോ. ശരിയാണ്. അവിടെയാണ് വെസ്റ്റീജിന്റെ രംഗപ്രവേശം. അതെ, ആ അന്വേഷണമാണ് അദ്ദേഹത്തെ വെസ്റ്റീജിലെത്തിച്ചത്. ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന അവസരത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹം വെറുതെ അതിലേക്ക് എടുത്തുചാടിയില്ല. പകരം ആ ബിസിനസ് രീതിയെക്കുറിച്ച് വിശദമായി പഠിച്ചു. തന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം ഇതിലുണ്ടോ എന്ന് ശരിക്കും പരിശോധിച്ചു. ഒരു മിനിറ്റ്, ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ കേൾവിക്കാർക്ക് വേണ്ടി അതെന്താണെന്നൊന്ന് സിമ്പിളായി പറയാമോ? തീർച്ചയായും. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ, അതായത് പരസ്യക്കാരോ മൊത്തക്കച്ചവടക്കാരോ ഇല്ലാതെ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ഒരു രീതി. ഓക്കേ. ഇവിടെ നമുക്ക് 2 തരത്തിൽ വരുമാനമുണ്ടാക്കാം. ഒന്ന്, നമ്മൾ നേരിട്ട് സാധനങ്ങൾ വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം. ശരി. 2, നമ്മളെപ്പോലെ ഈ ബിസിനസ് ചെയ്യാൻ താൽപ്പര്യമുള്ള മറ്റുള്ളവരെ ഇതിലേക്ക് കൊണ്ടുവന്നൊരു ടീം ഉണ്ടാക്കുമ്പോൾ ആ ടീമിന്റെ വിൽപ്പനയുടെ ഒരു ശതമാനം നമുക്ക് കമ്മീഷനായി കിട്ടും. പ്രധാനമായും 3 കാര്യങ്ങൾ. 1, വലിയ മുതൽ മുടക്ക് വേണ്ട. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. മെഷീൻ ഉണ്ടാക്കാൻ ലക്ഷങ്ങൾ മുടക്കുന്നതുപോലെ ഇവിടെ പണം മുടക്കി സ്റ്റോക്ക് വെക്കേണ്ട ആവശ്യമില്ല. ശരി. 2, പണം കയ്യിൽ കിട്ടാൻ മാസങ്ങളോളം കാത്തിരിക്കേണ്ട. വിൽപ്പന നടക്കുന്നതിനനുസരിച്ച് വരുമാനം വന്നുകൊണ്ടേയിരിക്കും. 3, സ്വന്തം ബിസിനസ്സിൽ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. എന്നാൽ ഇവിടെ ഒരു ടീമിന്റെ പ്രയത്നത്തിന്റെ ഫലം കൂടി അദ്ദേഹത്തിന് ലഭിക്കും.
താൻ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇതുതന്നെയാണെന്ന് ആ ബിസിനസ് മോഡൽ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായി ബോധ്യമായി. ഓക്കെ, അപ്പോൾ ഇത് വെറും ഒരു ഭാഗ്യപരീക്ഷണമായിരുന്നില്ല. അല്ല. വ്യക്തമായ പരിഹാരമായി കണ്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തൊരു തീരുമാനമായിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ആ നിമിഷം മുതൽ അദ്ദേഹം പൂർണ്ണമായും ഈ അവസരത്തിനായി പ്രവർത്തിക്കാൻ തുടങ്ങി. ആ ഒരു അർപ്പണബോധമാണ് വിജയത്തിന്റെ ആദ്യ പടിയായി മാറിയത്. അവിടെ നിന്നാണ് കഥയുടെ ഗതി മാറുന്നത്. അതെ, ഇവിടെയാണ് കഥ ബിഫോർ ആഫ്റ്റർ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിയുന്നത്. ശരിയാണ്. വെസ്റ്റീജിന് മുൻപുള്ള ആ ഒരു സമ്മർദ്ദം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് വെസ്റ്റീജിലൂടെ നേടിയെടുത്ത ആ ഒരു ആഡംബര ജീവിതത്തെക്കുറിച്ച് നമ്മുടെ കയ്യിലുള്ള വിവരങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ നേട്ടങ്ങൾ? ആ ലിസ്റ്റ് വളരെ ആകർഷകമാണ്. ഇന്ന് അദ്ദേഹം താമസിക്കുന്നത് നല്ലൊരു വീട്ടിലാണ്. 5 കാറുകളുണ്ട്. 5 കാറുകളോ? അതെ, അതിൽ 2 ലക്ഷറി ബ്രാൻഡായ ഓഡിയാണ്. കൊള്ളാം. ഇതൊക്കെ ഭൗതികമായ നേട്ടങ്ങൾ. അതിനപ്പുറം ലോകം കാണാനുള്ള അവസരം. വെസ്റ്റീജിലൂടെ മാത്രം 33 വിദേശ യാത്രകൾ നടത്തി. ഒരു മിനിറ്റ്, 33 വിദേശ യാത്രകൾ വെസ്റ്റീജിലൂടെ മാത്രം ലഭിച്ചുവെന്നോ? അതെ. അതെങ്ങനെയാണ് സാധിക്കുന്നത്? അതൊരു ടാർഗറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിവാർഡ് പോലെയാണോ? അതെ. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ അവരുടെ മികച്ച പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കാൻ നൽകുന്ന ഇൻസെന്റീവുകളിൽ ഒന്നാണിത്. ഒരു നിശ്ചിത ബിസിനസ് ലക്ഷ്യം കൈവരിക്കുമ്പോൾ കമ്പനി ചെലവിൽ വിദേശയാത്രകൾക്ക് അവസരം കിട്ടും. ഓക്കെ, ഇത് വരുമാനത്തിന് പുറമേയാണ്. അതെ, ഇത് പണമായി ലഭിക്കുന്ന വരുമാനത്തിന് പുറമെയാണ്. ഒരു അംഗീകാരം കൂടിയാണ്. പണത്തേക്കാൾ ഒരു വൈകാരികമായ ഒരു നേട്ടവും അതിൽ പറയുന്നുണ്ടല്ലോ. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായി തോന്നി. മകളെ കാനഡയിൽ പഠിക്കാൻ അയച്ചതല്ലേ? അതെ, വലിയ സമ്പന്ന കുടുംബങ്ങൾക്കു മാത്രം സാധിക്കുന്ന ഒരു സ്വപ്നമായാണ് അവർ അതിനെ കണ്ടിരുന്നതെന്ന് ഹർപ്രീത് കൗർ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാമ്പത്തിക വിജയമെന്നത് കാറും വീടും വാങ്ങുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ശരിയാണ്. മറിച്ച് കുടുംബത്തിന്റെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു ഉപാധിയായി മാറുന്നു എന്നതാണ് പ്രധാനം. തങ്ങളുടെ മകൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകാൻ കഴിഞ്ഞു എന്നത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്നായിരിക്കും. വെസ്റ്റീജ് ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് ആ സ്വപ്നം സാധ്യമായതെന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. അതെ, ഇത് കേവലം പണം സമ്പാദിക്കുന്നതിനപ്പുറം ഒരു ജീവിത നിലവാരം തന്നെ ഉയർത്തുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നേട്ടങ്ങളുടെ പട്ടിക ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. അടുത്തിടെ സ്വന്തമാക്കിയ പുതിയൊരു വീടിന്റെ കാര്യം കൂടി പറയുന്നുണ്ടല്ലോ. തീർച്ചയായും. അത് അവരുടെ തുടർച്ചയായ വളർച്ചയാണല്ലോ കാണിക്കുന്നത്. അതെ, വെസ്റ്റീനിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് ഒരുപാട് വസ്തുവകകൾ വാങ്ങിയെന്നും അടുത്തിടെ സ്വിമ്മിംഗ് പൂളും ജിമ്മും സ്പാ സൗകര്യങ്ങളുമുള്ള ഒരു പുതിയ ആഡംബര ഭവനം സ്വന്തമാക്കിയെന്നും പറയുന്നു. കൊള്ളാം. ഇത് കാണിക്കുന്നത് ഒരിടത്ത് വിജയം നേടി നിർത്തുകയല്ല, മറിച്ച് ആ വിജയത്തെ അടുത്ത ഘട്ടത്തിലേക്ക് വളരെ സിസ്റ്റമാറ്റിക്കായി കൊണ്ടുപോകുവാണെന്നാണ്. ഒരു വ്യക്തിയുടെയും കുടുംബത്തിന്റെയും ജീവിതം ഇത്രയധികം മാറ്റിമറിക്കാൻ ഒരു തീരുമാനത്തിന് കഴിഞ്ഞു എന്നത് ശരിക്കും അത്ഭുതം തന്നെ. എന്നാൽ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത തലമുറയിലേക്ക് കൂടി ഈ വിജയം കൈമാറുന്നുണ്ട്. അതെ, അതാണ് ഈ കഥയിലെ ഏറ്റവും ശക്തമായൊരു ഭാഗം. അവരുടെ മകൻ കൂടി ഈ യാത്രയിൽ പങ്കുചേരുന്നു. അതെ, മകൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇന്ന് ലഭ്യമായ എല്ലാ കരിയർ സാധ്യതകളെക്കുറിച്ചും പഠിച്ചു. ഡോക്ടർ, എഞ്ചിനീയർ, IT അങ്ങനെ എല്ലാ വഴികളും പരിശോധിച്ചു. അതിനുശേഷമാണ് താൻ വെസ്റ്റീജ് തെരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതെ, അത് വളരെ ശ്രദ്ധേയമാണ്. കാരണം അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ട് മാത്രം തെരഞ്ഞെടുത്തൊരു വഴിയല്ല. അല്ല, സ്വന്തമായി പഠിച്ച് വിശകലനം ചെയ്ത് എടുത്തൊരു തീരുമാനം. എന്തുകൊണ്ടാണ് അദ്ദേഹം ആ തീരുമാനത്തിലെത്തിയത്? വെറുതെ അച്ഛന്റെ ബിസിനസ് തുടരുക എന്നതിനപ്പുറം എന്തെങ്കിലും കാരണം? തീർച്ചയായും. തന്റെ മാതാപിതാക്കൾ നേടിയെടുത്ത ഈ മനോഹരമായ ജീവിതശൈലിക്ക് കാരണം അവരുടെ അധ്വാനം മാത്രമല്ല, അതിലുപരി വെസ്റ്റീജ് എന്ന ശരിയായ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തതുകൊണ്ടാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വെറുതെ അധ്വാനിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ശരിയായ അവസരത്തിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിലാണ് കാര്യം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതായത് ഒരു സ്മാർട്ട് വർക്ക്. അതെ, ഒരു സ്മാർട്ട് വർക്ക്. അതുകൊണ്ട് അച്ഛൻ കെട്ടിപ്പടുത്ത ഈ പാരമ്പര്യം അഭിമാനത്തോടെ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചു. വെസ്റ്റീജിൽ തന്റെ കരിയറായി തിരഞ്ഞെടുത്തത് ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇതിലൊരു ഡെവിൽസ് അഡ്വക്കേറ്റ് ചോദ്യം ചോദിക്കാനുണ്ട്. ചോദിക്കൂ. അപ്പോ അച്ഛൻ തുടങ്ങിയ ആ പരമ്പരാഗത ഫാക്ടറി ബിസിനസ് ഉപേക്ഷിച്ച് മകൻ ഈ വഴി തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അതിലൊരു നഷ്ടത്തിന്റെ വശം കൂടിയുണ്ടോ? വളരെ നല്ല ചോദ്യമാണ്. ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാൽ അതേ എന്ന് തോന്നാം. പക്ഷേ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ഏത് ബിസിനസിന്റെയും ലക്ഷ്യം
സാമ്പത്തിക അഭിവൃദ്ധിയും നല്ലൊരു ജീവിതവുമാണല്ലേ? ശരിയാണ്. പഴയ ബിസിനസ് നൽകിയതിനേക്കാൾ എത്രയോ മടങ്ങ് മികച്ച ജീവിതവും അവസരങ്ങളുമാണ് ഈ പുതിയ പാത അവർക്ക് നൽകിയത്. അതെ. അതുകൊണ്ട് ഒരു ബിസിനസ് രീതി ഉപേക്ഷിച്ച് കൂടുതൽ മികച്ചതും ആധുനികവുമായ ഒന്നിനെ സ്വീകരിക്കുന്നത് ഒരു നഷ്ടമായിട്ടല്ല, മറിച്ച് ഒരു പുരോഗമനപരമായ തീരുമാനമായിട്ടാണ് അവർ കാണുന്നത്. ശരിയാണ്. ഇതൊരു വലിയ അംഗീകാരം കൂടിയാണ്. കാരണം പുതുതലമുറ പലപ്പോഴും പരമ്പരാഗത വഴികൾ വിട്ട് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുന്നവരാണ്. അതെ. എന്നാൽ ഇവിടെ മുന്നിലുള്ള ഏറ്റവും മികച്ച അവസരം ഇതാണെന്ന് തിരിച്ചറിഞ്ഞ് മകൻ കൂടി ഈ പാത തിരഞ്ഞെടുക്കുന്നു. അതെ, അത് ബിസിനസ് മോഡലിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. ഒരു കുടുംബത്തിന്റെ 2 തലമുറകൾ ഒരേപോലെ വിശ്വസിക്കുന്ന, ഒരേപോലെ വിജയം നേടുന്ന ഒരു പ്ലാറ്റ്ഫോം. വ്യക്തിപരമായ ഈ വിജയകഥയ്ക്കൊപ്പം ഇതിനെല്ലാം അടിസ്ഥാനമായ വെസ്റ്റീജ് എന്ന കമ്പനിയുടെ വളർച്ചയെക്കുറിച്ചുള്ള ചില കണക്കുകളും നമ്മുടെ കയ്യിലുണ്ട്. ഒരു വ്യക്തിയുടെ വിജയമെന്നത് ഒറ്റപ്പെട്ട ഒന്നല്ല. അതിനു പിന്നിൽ ശക്തമായ ഒരു സിസ്റ്റമുണ്ട് എന്ന് കാണിക്കാനാണത് എന്ന് തോന്നുന്നു. തീർച്ചയായും. ഈ വ്യക്തിപരമായ വിജയത്തിന് പിന്നിൽ ശക്തവും സുസ്ഥിരവുമായൊരു കമ്പനിയുണ്ട് എന്ന സന്ദേശമാണ് അതിലൂടെ നൽകുന്നത്. എന്തൊക്കെയാണ് ആ കണക്കുകൾ? വെസ്റ്റീജ് ഇന്ന് 80 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഒരു ഇന്ത്യൻ കമ്പനി അന്താരാഷ്ട്ര തലത്തിൽ ഇത്രയധികം വളർന്നു എന്നത് ചെറിയ കാര്യമല്ല. 20 വർഷം പൂർത്തിയാക്കി. 20 വർഷം എന്നതൊരു ചെറിയ കാലയളവല്ല. അല്ലേയല്ല. ഒരുപാട് കമ്പനികൾ തുടങ്ങി കുറഞ്ഞ കാലം കൊണ്ട് ഇല്ലാതാകുന്നത് നമ്മൾ കാണാറുണ്ട്. ആ സ്ഥാനത്താണ് 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. ശരിയാണ്. ഏകദേശം 5 കോടി കുടുംബങ്ങളിലേക്ക് വെസ്റ്റീജ് എത്തിച്ചേർന്നു എന്നും പറയുന്നു. 5 കോടി കുടുംബങ്ങൾ. അതെ, അവരുടെ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് അവസാനം ആ ശക്തമായ പ്രസ്താവന വരുന്നത്. എന്താണത്? വെസ്റ്റീജ് ഇപ്പോൾ ഒരു കമ്പനി മാത്രമല്ല, 20 വർഷത്തെ ഗ്യാരണ്ടിയായി മാറിയിരിക്കുന്നു. 20 വർഷത്തെ ഗ്യാരണ്ടി. അതൊരു ശക്തമായ വാക്കാണ്. സാധാരണ നമ്മൾ ഉൽപ്പന്നങ്ങൾക്കാണ് ഗ്യാരണ്ടി കേൾക്കാറുള്ളത്. അതെ. ഇവിടെ ഒരു അവസരത്തിനാണ് ഗ്യാരണ്ടി നൽകുന്നത്. അതെ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക്, നിങ്ങളുടെ വിജയത്തിന് 20 വർഷമായി സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ പിന്തുണയുണ്ട് എന്ന ഉറപ്പാണത്. അതായത് ഈ സംവിധാനം പ്രവർത്തിക്കുമെന്ന് കഴിഞ്ഞ 20 വർഷമായി തെളിയിക്കപ്പെട്ടതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആ സംവിധാനത്തെ ശരിയായി ഉപയോഗിക്കുക എന്നത് മാത്രമാണ്. അപ്പോ ഇത്രയും കേട്ടതിൽ നിന്ന് കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, ഒരു പരമ്പരാഗത ബിസിനസ്സിന്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന്, സമയമില്ലായ്മയിൽ നിന്ന്, സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ നിന്ന്, അതെ, അതിൽ നിന്നെല്ലാം ഒരു ആഡംബര ജീവിതത്തിലേക്കും കുടുംബ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലേക്കും ഉള്ള ഒരു കുടുംബത്തിന്റെ യാത്രയുടെ നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ കഥ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയാണ്. ഒരു മുൻപും പിൻപും താരതമ്യം. വെസ്റ്റീജിന് മുൻപുള്ള ജീവിതത്തിലെ വെല്ലുവിളികളെല്ലാം വ്യക്തമായി അവതരിപ്പിക്കുന്നു. അതിനെല്ലാം ഒരു സിമ്പിൾ എന്നാൽ ശക്തമായ പരിഹാരമായി വെസ്റ്റീജിനെ കാണിക്കുന്നു. എന്നിട്ട് അതിലൂടെ കിട്ടിയ നേട്ടങ്ങളെടുത്ത് കാണിക്കുന്നു. അതെ, കാറുകൾ, വീട്, വിദേശയാത്രകൾ, മകളുടെ വിദ്യാഭ്യാസം, അങ്ങനെ ഓരോന്നും ആ മാറ്റം വളരെ വ്യക്തമായി അളക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവർ കാണിച്ചു തരുന്നു. ശരിയാണ്. അതിനെല്ലാം ഉപരിയായി അടുത്ത തലമുറ കൂടി ഈ പാത തിരഞ്ഞെടുക്കുന്നു എന്നു പറയുന്നതിലൂടെ ആ തീരുമാനത്തിന് കൂടുതൽ വിശ്വാസ്യത നൽകാനും ശ്രമിക്കുന്നുണ്ട്. ഇതൊരു ഒറ്റത്തവണത്തെ ഭാഗ്യമല്ല. അതെ, മറിച്ച് തലമുറകളിലേക്ക് കൈമാറാൻ കഴിയുന്ന സുസ്ഥിരമായ ഒരു വിജയമാർഗമാണ് എന്ന സന്ദേശമാണ് അതിലൂടെ നൽകുന്നത്. ഈ വിവരങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുമ്പോൾ ഒരു ചോദ്യം മനസ്സിൽ വരുന്നു. ഈ കഥയിൽ പരമ്പരാഗതമായ ഒരു വഴിയേക്കാൾ ശരിയായ പാത തിരഞ്ഞെടുക്കുന്നതിലാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രൊഫഷണൽ പാത നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ അവസരം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അതിനെ എങ്ങനെയായിരിക്കും നിങ്ങൾ തിരിച്ചറിയുകയും വിലയിരുത്തുകയും ചെയ്യുക? അതോ നിലവിലുള്ള വഴികളിൽ തന്നെ തുടരുമോ? ഒന്ന് ആലോചിച്ചു നോക്കൂ.